നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മമ്മൂക്ക ആരാധകർക്ക് ആവേശം നിറയ്ക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സിനിമയുടെ ഒരു അപ്ഡേഷൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ടൊരു അനൗൺസ്മെൻറ്റ് ഇതുവരെ നടത്തിയിട്ടില്ലായിരുന്നു. ഫാലിമി എന്ന ചിത്രത്തിന് ശേഷം മമ്മൂക്കായെ നായകനാക്കി നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ പൂജ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഈ ചിത്രത്തിൽ മമ്മൂക്ക ഈ മാസം അവസാനത്തോടുകൂടി ജോയിൻ ചെയ്യുമെന്നാണ് അറിയുന്നത്. മമ്മൂക്കായോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കഥാപാത്രത്തിൽ ആശ്രും ഈ സിനിമയിലെത്തുന്നുണ്ട്. സിനിമയ്ക്ക് മേള എന്നൊക്കെയാണ് പേരിട്ടിരിക്കുന്നതാണ് പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒഫീഷ്യൽ ടൈറ്റിലോ അല്ലെങ്കിൽ മമ്മൂക്ക ഈ സിനിമയിൽ ചെയ്യുന്ന കഥാപാത്രത്തെ കുറിച്ചിട്ടൊന്നും തന്നെ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. എന്നാൽ പല ഗോസിപ്പുകളും വരുന്നത് മമ്മൂക്ക ഈ ചിത്രത്തിൽ ഗ്യാങ്സ്റ്ററിൻ്റെ റോളിലെത്തുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഫാൻ മെയ്ഡ് പിക്കും അതുപോലെ തന്നെ ഒരു വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്നിങ്ങനെ കത്തിക്കയറുന്നുണ്ട്. 74-ാമത്തെ വയസ്സിലും മമ്മൂക്കായെ ഇഷ്ടപ്പെടുന്ന മമ്മൂക്കയുടെ ആരാധകരെ, മമ്മൂക്കയുടെ സിനിമ ഇഷ്ടപ്പെടുന്നവരെ ഞെട്ടിക്കാൻ വേണ്ടി വീണ്ടും നിതീഷ് സഹദേവ് മമ്മൂക്ക കൂട്ടുകെട്ടിൽ ഒരു ഗംഭീര സാധനം അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. നമുക്ക് വീഡിയോ വന്നിട്ടുണ്ട്, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. മമ്മൂട്ടിയെ നായകനാക്കി നിതീഷ് സഹദേവ് ഒരുക്കുന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ നടന്നു. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന 9ാമത്തെ ചിത്രമാണിത്. സംവിധായകൻ നിതീഷ് സഹദേവും അനുരാജ് ഓബിയും ചേർന്നാണ് ചിത്രം രചിച്ചിരിക്കുന്നത്. വമ്പൻ താരനിരയാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നതെന്നാണ് സൂചന. ചിത്രത്തിന്റെ താരനിര, മറ്റ് സാങ്കേതിക പ്രവർത്തകർ എന്നിവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വൈകാതെ പുറത്തുവിടും. കളങ്കാവൽ എന്ന ബ്ലോക്ക് ബാസ്റ്റർ ചിത്രത്തിനു ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രമാണിത്. മമ്മൂട്ടി കമ്പനിയുടെ 9ാമത്തെ ചിത്രമായിട്ടാണ് നിതീഷ് സഹദേവ് ചിത്രം പുറത്തിറങ്ങാൻ പോകുന്നത്. കാരണം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യത്തില്ല മമ്മൂട്ടി കമ്പനിയുടെ ചിത്രങ്ങൾ. അത് മമ്മൂട്ടി കമ്പനി എടുത്തിട്ടുള്ള ഇതുവരെയുള്ള ചിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് വമ്പൻ താരനിരയാണ് എത്തുന്നത്. നിതീഷ് സഹദേവ് ചിത്രം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത മമ്മൂക്ക ജോയിൻ ചെയ്യാൻ പോകുന്നത് ഖാലിദ് റഹ്മാന്റെ മട്ടാഞ്ചേരി മാഫിയ എന്ന ചിത്രമാണ്. അതിനുശേഷം CBI സീരീസ് 6-ലും മമ്മൂക്ക ജോയിൻ ചെയ്യും. അമൽ നീരദിന്റെ ചിത്രത്തിലും ജോയിൻ ചെയ്യും. 2026-27 മമ്മൂക്കയുടേതായിട്ട് വലിയ സിനിമകൾ തന്നെയാണ് ഇനിയറയിൽ പുരോഗമിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്ക തമിഴിലൊരു സിനിമ ചെയ്യുന്നത്. ചിത്രീകരണം പൂർത്തിയായി. മമ്മൂക്കായും ധനുഷുമാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിരുന്ന മമ്മൂക്ക സിനിമയിൽ നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രമായിട്ടാണ് എത്തുന്നതെന്നാണ് അറിയുന്നത്. 8 വർഷത്തിന് ശേഷം മമ്മൂക്ക തമിഴിലെത്തുമ്പോൾ അത്തരത്തിലുള്ളൊരു കഥാപാത്രമായിട്ടായിരിക്കാം മമ്മൂക്ക നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. കാരണം 8 വർഷത്തിന് മുമ്പ് റാം സംവിധാനം ചെയ്തിട്ടുള്ള പേരൻപ് എന്ന സിനിമയിലാണ് മമ്മൂക്ക തമിഴിൽ തകർത്താടിയത്. അതിനുശേഷമാണ് ഈ ഒരു സിനിമ വരുന്നത്. ഹോമെന്നാണ് സിനിമയുടെ പേരിട്ടിരിക്കുന്നത്. അതോടൊപ്പം ഇനി തിയേറ്ററിലേക്ക് മമ്മൂക്കയുടേതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഷൺമുഖൻ എന്ന് പറയുന്ന ക്യാരക്ടർ. രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ കാരക്കാമുറി ഷൺമുഖൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൽ മമ്മൂക്ക വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഈ മാസം 24-ാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ഇപ്പോൾ ഷൺമുഖൻ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ്. അതോടൊപ്പം തന്നെ മലയാളത്തിൻ്റെ ലെജൻഡായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂക്കയുടെ പദയാത്ര എന്ന സിനിമയുടെയും ചിത്രീകരണം പൂർത്തിയായി. അതും തിയേറ്ററിലേക്ക് ഉടൻ തന്നെ എത്തും എന്നാണ് അറിയുന്നത്. മറ്റ് വമ്പൻ പ്രൊജക്റ്റുകൾ മമ്മൂക്കയുടേതായിട്ട് ഇനിയും തിയേറ്ററിലേക്ക് എത്താനുണ്ട്. കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അതിൻ്റെ 2ാം ഭാഗവും അണിയറയിൽ പുരോഗമിക്കുന്നതിൻ്റെ തിരക്കഥ പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ ആ ചിത്രത്തിലും മമ്മൂക്ക ഈ 2026-27 കാലഘട്ടത്തിൽ തന്നെ മമ്മൂക്ക എത്തിക്കും. എന്താണെങ്കിലും ഒരുപടി നല്ല ചിത്രങ്ങളാണ് മമ്മൂക്കയുടേതായിട്ട് ഇനി അണിയറയിൽ പുരോഗമിക്കാൻ പോകുന്നതും നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു. അപ്പം വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഷൺമുഖത്തെ കാണാൻ. ഷൺമുഖൻ എന്ന് പറയുന്ന ആ ഒരു പരിക്കൻ പോലീസ് അല്ലെങ്കിൽ ആ ഒരു ഗുണ്ടാ പോലീസിന്റെ ആ റോള് ഒരിക്കൽ കൂടി മമ്മൂക്ക അത് നമ്മളെ ഞെട്ടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും